Hi everyone, welcome to another video of mine. My name is Lija John. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എല്ലാവരും ഒരുപാട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണ് അല്ലേ? നമ്മുടെ ലോക്സഭ ഇലക്ഷൻ 2024 ലോക്സഭ ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വോട്ടെണ്ണൽ ദിവസമായിരുന്നു. അപ്പോൾ പലരും ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി ഇലക്ഷൻ റിസൾട്ട് ഒക്കെ എന്താകും എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടിവിയുടെ മുന്നിലും അതുപോലെ ഫോണിലും ഒക്കെ ന്യൂസ് ചാനലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് കണ്ട കാഴ്ച എന്ന് വെച്ചാൽ കേരളത്തിലെ UDF വൻ വിജയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതായത് 18 ഇടത്താണ് UDF വിജയം നേടിയിരിക്കുന്നത്. അതേപോലെ കേരളത്തിൽ BJP ഓഫീസ് തുടങ്ങിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ആലത്തൂരിൽ നമ്മുടെ മന്ത്രി K രാധാകൃഷ്ണൻ അദ്ദേഹം ജയിച്ചിരിക്കുകയാണ്. അപ്പം ഇതാണ് ഒരു റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റമൊക്കെ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും നാളും നമ്മളൊരു ലെഫ്റ്റ് ഗവൺമെൻറ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ഒരു റൈറ്റ് വിങ് ഗവൺമെൻറ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വന്നു. അപ്പം നിങ്ങളും എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇനി അങ്ങോട്ട് നമ്മളുടെ മുന്നിലുള്ള വർഷങ്ങൾ എങ്ങനെയായിരിക്കും എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ മുതലേ ഈ ഇലക്ഷൻ റിസൾട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതേപോലെ കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസിലും മറ്റുമൊക്കെ കണ്ടതാണ്. അപ്പോൾ പലരും പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായിരിക്കും റിസൾട്ട് എന്ന്. അപ്പോൾ ചിലവരുടെയൊക്കെ പ്രഡിക്ഷനൊക്കെ ശരിയായിട്ടുണ്ടായിരുന്നു. എന്നാൽ ചിലവർ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിസൾട്ടിൽ നിങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഏപ്രിലായിരുന്നു നമ്മളെല്ലാവരും വോട്ട് ചെയ്യാനൊക്കെ പോയത്. അപ്പം ഞാൻ അന്നും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പൊളിറ്റിക്കൽ അവയർനെസ് എന്ന് പറഞ്ഞത് യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് ആവശ്യമാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ യങ്സ്റ്റേഴ്സിന് ഈ ഒരു പൊളിറ്റിക്കൽ അവയർനെസ് ആവശ്യമാണെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണ്. അപ്പം നമ്മളുടെ എല്ലാവരുടെയും ഒരു ഇൻവോൾവ്മെന്റ് നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനും എല്ലാവിധ ഗ്രോത്തിനും ആവശ്യമാണ്. സോ ഒരു പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ഒരു ജനറേഷൻ തന്നെ ഇനിയും മുന്നോട്ട് വരേണ്ടതാണ് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മടിക്കണ്ട. അപ്പോൾ ഇന്നത്തെ ഇലക്ഷന്റെ റിസൾട്ടിനെ പറ്റിയിട്ടും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നും കൂടി കമന്റ് ചെയ്യണം. ഞാൻ ഇന്ന് രാവിലെ കൃത്യം 8 മണിക്ക് തന്നെ ന്യൂസ് ചാനലൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ ചിലയിടങ്ങളിലൊക്കെ LDF സ്ഥാനാർത്ഥികളായിരുന്നു മുന്നിട്ട് നിന്നത്. മാവേലിക്കര, അതേപോലെ കൊല്ലം, ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലൊക്കെ. പക്ഷേ മിക്കയിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഷാഫി പറമ്പിലൊക്കെ വൻ ഭൂരിപക്ഷം കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഒരുപാട് ലീഡ് കുറഞ്ഞു പോയായിരുന്നു, പിന്നെയും കൂടി വന്നു. അതേപോലെ മാവേലിക്കരയിൽ ഇങ്ങനെ മാറി മാറി നിൽക്കുകയായിരുന്നു. പിന്നെ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് UDF 18, അതുപോലെ LDF 1, NDA 1 എന്നിങ്ങനെ ഒരു ഇതിലേക്കായി. ആ സമയത്ത് എനിക്ക് തോന്നുന്നു NDAക്ക് തിരുവനന്തപുരത്തായിരുന്നു ലീഡ് ഉണ്ടായിരുന്നത്. അന്നേരം സുരേഷ് ഗോപിക്ക് ലീഡ് ആ സമയത്ത് ഇല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. അതേപോലെ LDF ആലത്തൂർ K രാധാകൃഷ്ണൻ ആയിരുന്നു. അതേപോലെ തൃശ്ശൂർ സുരേഷ് ഗോപി ആയിരുന്നു. അതെ, ശരിയാണ്, സുരേഷ് ഗോപി തന്നെയായിരുന്നു. ആ സമയത്ത് രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ദേശീയ തലത്തിൽ NDA 291, ഇന്ത്യ 231, അതേപോലെ ബാക്കിയുള്ളത് 21 എന്നിങ്ങനെയായിരുന്നു ഒരു ലീഡ് നില കാണിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലാണെങ്കിൽ ഒപ്പത്തിനൊപ്പം ഒരു 23 അങ്ങനെ ആ ഒരു റേഞ്ചിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മാവേലിക്കരയിൽ ഒരു ലീഡ് നില എപ്പോഴും ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 10 മണി 10:30 ആ ഒരു സമയം വരെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഷാഫി പറമ്പിലിൻ്റെ ഒരു ലീഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഒരു 12,639 ആ ഒരു ലെവലിലായിരുന്നു. പിന്നെ വൈകിട്ട് ഒരു 4:30 ആയപ്പോഴത്തേക്കിനും കണ്ണൂരിൽ K സുധാകരൻ ജയിച്ചു, UDF സ്ഥാനാർത്ഥി അദ്ദേഹം ജയിച്ചു. അതേപോലെ ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥി നമ്മുടെ മന്ത്രി K രാധാകൃഷ്ണൻ അദ്ദേഹം ജയിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതേപോലെ തൃശ്ശൂർ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചു എന്നറിഞ്ഞു. അപ്പം കേരളത്തിൽ ആദ്യമായിട്ട് BJP ജയിച്ചിരിക്കുകയാണ്. അതേപോലെ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് UDF സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം ജയിച്ചു. എറണാകുളത്ത് ഹൈബി ഈഡൻ ജയിച്ചിരിക്കുകയാണ്, UDF സ്ഥാനാർത്ഥി. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ UDF
LDF സ്ഥാനാർത്ഥി എന്നിവർ ആണ് ഒരു 4:30 ആയപ്പോൾ ഇത്രയും പേരാണ് ജയിച്ചിരുന്നത്. ബാക്കി എല്ലായിടത്തും UDF ആയിരുന്നു ലീഡ് നിലനിർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കേരളത്തിൽ പിന്നീട് ഒരു UDF തരംഗം തന്നെയാണ്. അതേപോലെ തന്നെ സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറഞ്ഞാൽ 73,954 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഇത്തവണത്തെ ഇലക്ഷൻ്റെ റിസൾട്ടിൽ 18 മണ്ഡലങ്ങളിൽ UDF ജയിച്ചു. ഒരു മണ്ഡലത്തിലെ LDFും ഒരു മണ്ഡലത്തിൽ നമ്മുടെ NDAയുമാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു റിസൾട്ടിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു.